Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ക്ലാസ്സിലേക്ക് സ്വാഗതം. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറന്റിലും നിന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു അസർഷൻ റീസണിംഗ് ചോദ്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതെല്ലാം വിഷ്വലൈസ് ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പമാണ്. നമുക്ക് തുടങ്ങാം. സ്ക്രീനിലേക്ക് നോക്കൂ. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്, ഒരു അസർഷനും അതിന്റെ റീസണും. നമ്മുടെ അസർഷൻ ഇതാണ്: ഒരു കറന്റ് ക്യാരിയിങ് വയറിലൂടെയുള്ള കറന്റ് കൂട്ടുമ്പോൾ അതിനടുത്തുള്ള കോമ്പസ് നീഡിലിന്റെ ഡിഫ്ലെക്ഷൻ കുറയുന്നു. ഇതൊന്ന് ഓർത്തുവെച്ചോളൂ. ഇനി റീസൺ എന്താണെന്ന് നോക്കാം. ഒരു കണ്ടക്ടറിലൂടെയുള്ള കറന്റ് വർദ്ധിപ്പിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തും വർദ്ധിക്കുന്നു. ഇതിൽ നിന്നും ശരിയായ കോഡ് നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടും ശരിയാണെങ്കിൽ ഓപ്ഷൻ എ. രണ്ടും ശരിയാണ്, പക്ഷേ എക്സ്പ്ലനേഷൻ തെറ്റാണെങ്കിൽ ഓപ്ഷൻ ബി. അസർഷൻ മാത്രം ശരിയാണെങ്കിൽ ഓപ്ഷൻ സി. അല്ലെങ്കിൽ അസർഷൻ തെറ്റും റീസൺ ശരിയും ആണെങ്കിൽ ഓപ്ഷൻ ഡി. നമുക്കിത് ഡീറ്റെയിൽ ആയി ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ക്ലിയർ ആയി മനസ്സിലാക്കാൻ ഒരു കാർഡ്ബോർഡിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് ക്യാരിയിങ് വയറിന്റെയും കോമ്പസിന്റെയും ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഇതിലൂടെ സ്റ്റഡി ആയ ഒരു കറന്റ് ഒഴുകുന്നുണ്ട്. അതിനു ചുറ്റും സർക്കുലർ ആയ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും നിങ്ങൾക്ക് കാണാം, അല്ലേ? ആദ്യം നമുക്ക് നൽകിയിട്ടുള്ള അസർഷൻ ശരിയാണോ എന്ന് ഈ അനിമേഷൻ വഴി തന്നെ ഒന്ന് പരിശോധിക്കാം. വളരെ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നമ്മൾ കറന്റ് കൂട്ടുമ്പോൾ ബാറ്ററി വലുതാകുന്നത് കണ്ടില്ലേ? അതോടൊപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതൽ അടുക്കുകയും ചെയ്തു. ഇതിനർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആയി എന്നാണ്. ഇനി കോമ്പസിന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്ട്രോങ് ആയ മാഗ്നറ്റിക് ഫീൽഡ് ആ ചെറിയ കോമ്പസ് നീഡിലിൽ കൂടുതൽ മാഗ്നറ്റിക് ഫോഴ്സ് അപ്ലൈ ചെയ്യും. നീഡിലേക്ക് നോക്കൂ. അത് കൂടുതൽ ഡിഫ്ലെക്റ്റ് ചെയ്യുന്നത് കണ്ടില്ലേ? അതായത് നീഡിലിന്റെ ഡിഫ്ലെക്ഷൻ തീർച്ചയായും കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ അസർഷനിൽ പറഞ്ഞിരുന്നത് ഡിഫ്ലെക്ഷൻ കുറയുന്നു എന്നാണ്. നമ്മൾ ഇപ്പോൾ കണ്ടതിന് നേരെ ഓപ്പോസിറ്റ് ആണിത്. അതുകൊണ്ട് ഈ അസർഷൻ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും തെറ്റാണ്. അപ്പോൾ പകുതി ഉത്തരം ആയി. ഇനി നമുക്ക് റീസൺ ശരിയാണോ എന്ന് നോക്കാം. കറന്റ് കൂടുമ്പോൾ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും എന്നാണ് റീസൺ പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ നിയമപ്രകാരം ഇത് തികച്ചും ശരിയാണ്. കറന്റും മാഗ്നറ്റിക് ഫീൽഡും എപ്പോഴും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കറന്റ് കൂടിയപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആകുന്നത് നമ്മൾ ഈ അനിമേഷനിൽ നേരിട്ട് കണ്ടതാണല്ലോ. അതിനാൽ നൽകിയിട്ടുള്ള റീസൺ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും ശരിയാണ്. ചുരുക്കത്തിൽ നമുക്കിങ്ങനെ പറയാം: നൽകിയിട്ടുള്ള അസർഷൻ തെറ്റും എന്നാൽ റീസൺ ശരിയുമാണ്. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇനി മുകളിലെ കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സൂപ്പർ! കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കിയാൽ പിന്നെ ഉത്തരം തെറ്റില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനിയും ഇതുപോലെ പഠിക്കാം. ഹാപ്പി ലേണിംഗ്!